മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കമ്പിളി നാരങ്ങയോട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. കമ്പിളി നാരങ്ങ വെറുതെ കഴിക്കുന്നേക്കാളും ഇതുപോലെ ജ്യൂസാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ ഒരു കമ്പിളി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഞാനിതിൻ്റെ പകുതിയാണ് ജ്യൂസിന് വേണ്ടി എടുക്കുന്നത്. ഇനി ഇതുപോലെ ഇളക്കിയെടുക്കണം. കുരുവോ വൈറ്റ് കളറിലുള്ള തൊലിയോ ഇതിലേക്ക് വീഴാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാൻ. നല്ല കട്ടിയുള്ള തൊലി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അത് മുഴുവനും ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒരു ഓറഞ്ചും കൂടി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇനി അതിൻ്റെ കുരുവെല്ലാം മുഴുവനായിട്ട് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. അപ്പോഴാണ് കയ്പില്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. മേൽഭാഗത്തു നിന്ന് കുറച്ചായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ചെറിയ കുരുവൊക്കെ ആണെങ്കിലും ഇതുപോലെ എടുത്ത് മാറ്റാം. അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം കമ്പിളി നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓറഞ്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടിയായിട്ടില്ലെങ്കിൽ 2 ഏലക്ക ഇതിലേക്ക് ചേർത്താലും മതി. ഇനി മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നല്ല പോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഓറഞ്ച് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മധുരം കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ എനിക്കിത് കറക്റ്റാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ കുടിക്കുക. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിന് കയ്പ്പ് വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.